എവ്രി വൺ. അപ്പൊ ലാലേട്ടന്റെ ലേറ്റസ്റ്റ് പ്രൊമോ നിങ്ങൾ എല്ലാവരും കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. ഇന്നലെ ലേറ്റ് നൈറ്റിൽ വന്നതാണ്. നല്ലൊരു കിഡിലോ മെസ്സേജ് ആ ഒരു പ്രൊമോയിലുണ്ട്. ലാലേട്ടൻ പറയുന്നത് 100% ശരിയായിട്ടുള്ള ഒരു കാര്യമാണ്. വി ആർ ദ റെസ്പോൺസിബിൾ പേഴ്സൺ. ഈ ഒരു ഷോ എൻഗേജിങ് ആൻഡ് എന്റർടൈൻമെന്റ്, ലാലേട്ടൻ അത് പറയുന്നുണ്ടായിരുന്നു. ഈ ഷോ എൻഗേജിങ് ആൻഡ് എന്റർടൈൻമെന്റ് ആക്കണമെങ്കിൽ അവിടെയുള്ള കണ്ടസ്റ്റൻസോ അവിടെയുള്ള ബിഗ് ബോസ് ക്രൂസോ വെറും ബിഗ് ബോസ് വിചാരിച്ചാൽ മാത്രം പോരാ. വി ആർ ഓൾസോ റെസ്പോൺസിബിൾ. ആ ഷോ വളരെ എൻഗേജിങ് ആൻഡ് എന്റർടൈനിങ് ആണെങ്കിൽ ഓഡിയൻസിന്റെ റോൾ വളരെ വലിയൊരു റോളാണ്. സോ ലാലേട്ടൻ അതിൽ മെൻഷൻ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓൾറെഡി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പി ആർ വർക്ക്സ്, ആർമികള്, ഫേക്ക് റിവ്യൂവേഴ്സ്, ഓൾമോസ്റ്റ് എസ്റ്റാബ്ലിഷ്ഡ് റിവ്യൂവേഴ്സ് എന്താണ് ഒരു ചെറിയൊരു സപ്പോർട്ട് കുറച്ച് എന്താണ് കണ്ടസ്റ്റൻസ് കൊടുക്കുന്നത്. അപ്പൊ ഇങ്ങനത്തെ 4-5 ടൈപ്പ് ഓഫ് ആൾക്കാരെ നിങ്ങൾ ശ്രദ്ധിക്കണം. അവരും ഒരു ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കണ്ണിൽ പൊടിയിട്ടിട്ട് എന്താണ് അവരുടെ ഫേവറേറ്റ് പേഴ്സണെ നിലനിർത്തി ആ ഒരു എന്താ പറയുക, അവിടെ ഓൾറെഡി നല്ലപോലെ കളിക്കുന്ന, കണ്ടന്റ് തരുന്ന, എൻഗേജിങ് ആക്കുന്ന, ഈ ഒരു ഷോ എന്റർടൈൻമെന്റ് ആക്കുന്ന ആളുകളെ പുറത്താക്കാനുള്ള ശ്രമം കൂടിയിട്ടുണ്ടാവും. വി ഷുഡ് ബി റിയലി കെയർഫുൾ അബൌട്ട് ദാറ്റ്. അതാണ് ലാലേട്ടന്റെ ലേറ്റസ്റ്റ് വന്ന പ്രൊമോയിൽ മെയിൻ ആയിട്ട് പറയുന്നത്. വോട്ട് ചെയ്യുമ്പോൾ ഓരോ എപ്പിസോഡും ഓരോ എപ്പിസോഡ് കണ്ടാലും ലൈവ് കാണണമെന്നില്ല, ഓരോ എപ്പിസോഡ് കണ്ടിട്ട് നമ്മൾ വോട്ട് ചെയ്യുക. ദ റൈറ്റ് പേഴ്സൺ, ദ റൈറ്റ് കോntestant വേണ്ടിയിട്ട് വോട്ട് ചെയ്യുക. എന്നാലാണ് 100 days ഈ ഒരു എന്താണ് ബിഗ് ബോസ് സീസൺ 7 മലയാളം വളരെ എന്റർടൈനിങ് ആൻഡ് എൻഗേജിങ് ആവുള്ളൂ. ഇത്തവണത്തെ സീസൺ കുറച്ചും കൂടി എൻഗേജിങ് ആണ്. കഴിഞ്ഞ 2-3 സീസണായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഗെയിം പ്ലാൻസ് നടക്കുന്നുണ്ട്, എന്താണ് ഭയങ്കര എനർജി ഫീൽ ചെയ്യുന്നുണ്ട്. ബട്ട് ദർ ആർ സ്റ്റിൽ ഫ്യൂ പീപ്പിൾ, ഇപ്പോഴും 4-5 പേര് ഇപ്പോഴും ഭയങ്കര സൈലന്റ് ആണ് അവിടെ ആ ഒരു വീട്ടില്. ഇന്നിപ്പോ ഡേ 5 ആണ്, ഡേ 4 കഴിഞ്ഞു, ഡേ 5 ഓൾറെഡി സൈലന്റ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഓൾറെഡി വോയിസ് റേസ് ചെയ്ത് തുടങ്ങി. എൻ്റെ ഒരു ഒപ്പീനിയൻ, എൻ്റെ ഒരു വ്യൂ, എൻ്റെ ഒരു ഒബ്സർവേഷനിൽ എനിക്ക് തോന്നിയ 5 പേര് ഇപ്പോഴും ഗെയിം ഒന്നും കളിക്കാണ്ട് വളരെ ഒപ്പീനിയൻ, അവരുടേതായിട്ടുള്ള ഒരു കാര്യങ്ങൾ, ഒരു ഇൻവോൾവ്മെന്റും ചെയ്യാണ്ടിരിക്കുന്ന ഒരു 5 പേര് എനിക്ക് ഇപ്പൊ തോന്നിയിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് മുൻഷി രഞ്ജിത്ത്, സെക്കൻഡ് നൂറ ആൻഡ് ആദില ഭയങ്കര ഡിസപ്പോയിന്റ്മെന്റ് ആണ്. അറിയില്ല ഇനി വരും ദിവസങ്ങളിൽ തേക്കാൻ ഇമ്പ്രൂവ് അറിയില്ല. ബട്ട് രണ്ടാള് ഒരു കോണ്ടസ്റ്റന്റ് ആയി കളിച്ചിട്ട് ഇമ്പാക്ട് ഈസ് ഇത്രക്കും കുറവോ? വെരി വെരി ഷോക്കിംഗ് ആക്ച്വലി. തേർഡ് രേണു, ഫോർത്ത് ഡോക്ടർ സരിക, ഫൈവ് വിൽ ബി ഒരു പിന്നെ എന്താണ് കലാപ്, മറ്റേ ആർജെ ശരികയുണ്ട്. സോ ഈ 5 പേരാണ്. ശരിക 2 ആൾക്കാരും, അവര് രണ്ടും ആക്റ്റീവ് ആവാണ്ട് ഇപ്പോഴും എന്താ പറയാ, ആ ഒരു കലാഭവൻ സാരിക വന്നപ്പോൾ ഐ ഫെൽറ്റ് ഇൻട്രൊഡക്ഷനിലൊക്കെ തോന്നിയപ്പോൾ ഐ ഫെൽറ്റ് പ്രാവശ്യത്തെ ഒരു വുമണിലെ ഏറ്റവും സ്ട്രോങ് പേഴ്സൺ ആയിരിക്കുന്നു. ബട്ട് ഇതുവരെ വലിയ ഇൻവോൾവ്മെന്റ് ഒന്നുമില്ല. സോ ഈ 5 പേരാണ് ഇതുവരെ വലിയ ഇൻവോൾവ്മെന്റ് ഒന്നും ഇല്ലാണ്ട് ഇങ്ങനെ ചുറ്റിപ്പുറ്റി എന്താ പറയാ വളരെ ഒരു സേഫ് ഗെയിമിലൂടെ ഇങ്ങനെ പോകുന്നത്. ബാക്കി എല്ലാവരുടെ ഇൻവോൾവ്മെന്റ് അറിയിച്ചു കഴിഞ്ഞു. അബി, അതുപോലെ തന്നെ അക്ബർ ഖാൻ, സപ്പാണി ശരത്, പിന്നെ അതുപോലെ ജിസേലൊക്കെ നല്ല ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ബിൻസി, ശൈത്യ ഇന്നലത്തെ ലാസ്റ്റ് എപ്പിസോഡിൽ ശൈത്യ ബിൻസി ഒക്കെ കയറി വരുന്നുണ്ട്. സോ പ്രൊമോല് പറഞ്ഞ പോലെ തന്നെ ആർമിയുടെയും പി ആർ വർക്സിന്റെ അണ്ടറിൽ നമ്മൾ പെട്ടു പോവാണ്ടിരിക്കുക. ദേ വിൽ ഡു അവരുടെ ഗെയിം പ്ലേ അവർ ചെയ്യും. എന്നിട്ട് ഫേക്ക് ആയിട്ടുള്ള മെസ്സേജസ് കൊടുക്കും, ഫേക്ക് ആയിട്ടുള്ള ഒരു എന്താ പറയാ, ഓരോ അവർക്ക് ഇഷ്ടപ്പെടാത്ത ഒരു എന്താണ് കോntestനെ കുറിച്ചിട്ട് വളരെ അപമാനിച്ചിട്ടും ഇതാക്കിയിട്ടൊക്കെ ഉള്ള ഒരു വീഡിയോ ചെയ്യും. എന്നിട്ട് നമ്മൾ അത് വിശ്വസിച്ചിട്ട് അവർക്ക് വേണ്ടി വോട്ട് ചെയ്യില്ല. അപ്പോൾ ദ റൈറ്റ് കോntestants അവിടെ നിൽക്കാണ്ട് എലിമിനേറ്റ് ആയിപ്പോ, then finally we will say ഷോ നന്നായില്ല, ഷോ വാസ് സോ ബാഡ് ബിക്കോസ് റൈറ്റ് കോntestants ഉണ്ടാവില്ല. റൈറ്റ് കോntestants എപ്പോഴും ഉണ്ടായിരുന്നു. ബട്ട് വി ഓഡിയൻസ് നല്ല കോntestants ഫസ്റ്റ് തന്നെ എലിമിനേറ്റ് ചെയ്യും ബിക്കോസ് ഓഫ് ദിസ് PR ആൻഡ് സ്റ്റുപ്പിഡ് ആർമി വർക്ക്സ്. വേറെ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഈ എലിമിനേഷൻ ഫസ്റ്റ് വീക്കിൽ എലിമിനേഷൻ ശരിക്കും കുറച്ചും കൂടി ഒന്ന് ഒരു 9-10 days കഴിഞ്ഞ് മിഡ് വീക്ക് എലിമിനേഷൻ എവിക്ഷൻ ആക്കണമായിരുന്നു. കാരണം ഒരു 4-5 daysലൊന്നും ഒരാൾക്ക്
വലിയൊരു ഇംപ്രഷൻ മറ്റുള്ള ആളെടുത്ത് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. സോ 9 days ഒരു മിനിമം വെച്ചിട്ട് എന്നിട്ട് ഫസ്റ്റ് എവിക്ഷൻ നടത്തണം. ബട്ട് ദിസ് ഇസ് ടു ഏർലി ടു ഒരാളെ ജഡ്ജ് ചെയ്യാൻ, ഒരാളെ ഇവാലുവേറ്റ് ചെയ്യാൻ ഇറ്റ്സ് ടു ഏർലി ആണ്. നെക്സ്റ്റ് സീസണെങ്കിലും ബിഗ് ബോസ് ഇത് കൺസിഡർ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും ഡേ 5 പരിപാടികളും കാര്യങ്ങളൊക്കെ കാണാം. ബി റെസ്പോൺസിബിൾ. ലാലേട്ടൻ പറഞ്ഞ പോലെ തന്നെ ബി റെസ്പോൺസിബിൾ. നിങ്ങളുടെ ഈച്ച് വോട്ട് ഈസ് മച്ച് നീഡഡ്. അതായത് റൈറ്റ് കോണ്ടസ്റ്റന്റ്, റൈറ്റ് ആൾക്കാർക്ക് വേണ്ടി വോട്ട് ചെയ്യുക. എന്നാലാണ് ഈ പ്രോഗ്രാം ലാലേട്ടൻ പറഞ്ഞ പോലെ അഗെയിൻ എൻഗേജിങ് ആൻഡ് എന്റർടൈൻമെന്റ് ആവുള്ളൂ. സവാരി കിരികിരി.